എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മറ്റന്നാൾ പ്രതിച്ഛായ ഇറങ്ങുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയൊരു ഡിസ്കഷനാണ്. ആക്ച്വലി 2020 തോന്നുന്നു. കൊറോണ എല്ലാം കഴിഞ്ഞിട്ടൊരു ലോക്ക്ഡൗൺ മാറിയ ഒരു സമയത്താണ് ആദ്യമായിട്ട് സാറിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ പല കാരണങ്ങളാൽ അത് ആ സമയത്ത് നടന്നില്ല. അങ്ങനെ നീണ്ട് പോയി. സാറും വേറെ തിരക്കിലായിരുന്നു, ഞാനും വേറെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നീടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പേസിൽ വന്നപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയും എന്നാൽ ഇത് ചെയ്താലോ എന്നൊരു തീരുമാനം എടുക്കുകയായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് ബേസിക്കലി ഇതിനകത്ത് ഈ അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായ ഒരു കാര്യമാണ്. വളരെ നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു സിനിമയിൽ എപ്പോഴും റിലേഷൻഷിപ്സ് എപ്പോഴും ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നന്നായിട്ട് വരിക. എനിക്കിതിനകത്ത് പല റിലേഷൻഷിപ്സിനും നല്ല ഡെപ്ത് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു നായകൻ വില്ലൻ റിലേഷൻ ആണെങ്കിലും അച്ഛൻ മകനാണെങ്കിലും ചേട്ടനായിട്ടുള്ള കാര്യം, അങ്ങനെ ഒരുപാട് അങ്ങനെ റിലേഷൻഷിപ്സ് നമ്മൾ ഓരോന്നിടത്ത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഭയങ്കര ഒരു സ്ട്രെങ്ത് ഉള്ള പോലെ ഫീൽ ചെയ്തൊരു കഥയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഷൂട്ട് ചെയ്താണ് ഓരോ സീനും. നല്ല ക്വാളിറ്റിയിൽ എടുക്കണം. സാറിന് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ എല്ലാ സീനും നല്ല സമയമെടുത്ത് നല്ല ക്വാളിറ്റിയിൽ നല്ല സാറും ഗോപാലൻ സാറും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ എന്താ പറയുക, എല്ലാം സിനിമയാണ് സംസാരിക്കേണ്ടത്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും പ്രത്യേകിച്ചൊരു കാര്യവും ഒന്നുമില്ല. അപ്പോൾ സിനിമ പ്രേക്ഷകർക്കും നിങ്ങൾക്കും കണക്ട് ആവട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കണക്ട് ആവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. കാരണം സിനിമകൾ നല്ലത് വരട്ടെ, നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമയമാണല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇല്ല, അങ്ങനെയൊന്നും നമ്മൾ ഇതിനെ എടുക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു ബേസിക്കലി ഒരു ഇമോഷണൽ സ്റ്റോറിയാണ്. ഒരു ഫാദർ സൺ ഇമോഷണൽ സ്റ്റോറി. നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഇമോഷണൽ സ്റ്റോറി. അതിനപ്പുറം നമ്മൾ ഇതിനകത്തൊന്നും പറയുന്നത് രാഷ്ട്രീയം ഇതിനൊരു പശ്ചാത്തലമാണ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട്. സാറാണെങ്കിലും ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു സിനിമയായിട്ടുള്ളൊരു അതേപോലെ ഒരു പടമൊന്നുമല്ല. ഇതൊരു ചെറിയ ഇമോഷണൽ സിനിമ. നല്ല ചിന്തിച്ചാൽ മതി. അച്ഛനും മകനും റിലേഷൻഷിപ്പ് ഉള്ളൊരു ഇമോഷണൽ സിനിമ. എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക് എന്നെ എന്നുള്ള ഡയലോഗ്. അപ്പോൾ ഇങ്ങനത്തെ കമ്പാരിസണുകളെ പറ്റി അവെയറാണോ? അങ്ങനെ ട്രേറ്റ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വളരെ കാഷ്വൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾക്ക് വർക്ക് ആവുന്നുണ്ട്. ലാലേട്ടനെ പോലെ ആ ഒരു ഏരിയയെ പറ്റി ബോധവാനാണോ? അല്ല, അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇതാണല്ലോ. പുള്ളി ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്. അതേപോലെ വേറൊരാളില്ല. ഞാൻ ബേസിക്കലി ആക്ടിങ് വളരെ കാഷ്വലായിട്ട് എടുക്കുന്ന ആളാണ്. അത് ഞാൻ തുടക്കമേ മുതൽ അങ്ങനെ ശീലിച്ചാണ്. ഞാൻ അങ്ങനെ പഠിച്ച ആളൊന്നുമല്ല ആക്ടിങ് എന്താണെന്നുള്ളത്. ഞാൻ ചെയ്ത സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ മെൻറ്റർ ചെയ്ത് അല്ലെങ്കിൽ അവരെനിക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ച് പോയ ഒരാളാണ്. അപ്പോൾ ഞാൻ ആ കാഷ്വൽ രീതിയിലാണ് ഇതിനെ എടുക്കാറ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ തുടങ്ങാൻ പോകുമ്പോൾ അതിന് മുമ്പ് ഭയങ്കര പ്രിപ്പറേഷനോ അല്ലെങ്കിൽ തലേ ദിവസം ഡയലോഗ് പഠിക്കലോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. നേരെ സെറ്റിൽ പോകുന്നു, സ്ക്രിപ്റ്റ് വായിക്കുന്നു, എന്താണോ ശരിയെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്നു. അതിനെ കറക്റ്റ് ചെയ്യാൻ അവിടെ ഡയറക്ടറിന് എന്തെങ്കിലും ബോധമുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ഡയറക്ടർ എന്ന് പറയും, ദൈവം ഇതിങ്ങനെയല്ല, കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി ചെയ്യുമെന്ന് പറയും. അങ്ങനെ കുറച്ച് ദിവസം ഒരു ഡയറക്ടറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് കഥാപാത്രത്തെ കാണുന്നതെന്നും ഡയറക്ടർ എങ്ങനെയാണ് കഥാപാത്രത്തെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് അത് രണ്ടും തമ്മിലൊരു ലൈൻ വരയ്ക്കാൻ പറ്റും. പിന്നെ ആ ലൈനിലൂടെ പോകാന്നുള്ളതാണ്. അത് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിന് അത്ര ടെൻഷൻ എടുക്കാറില്ല സത്യം പറയുകയാണെങ്കിൽ അഭിനയിക്കുന്ന സമയത്ത്. ഇതിനു മുമ്പേ പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഒരു സിനിമ സഖാവ് വന്നിട്ടുണ്ട്, പടം ഇട്ട് വന്നിട്ടുണ്ട്. സഖാവിൽ 2 ക്യാരക്ടേഴ്സ് ആയിരുന്നു. അത് രണ്ടും ഭയങ്കരമായ ഗ്രാഫിൽ നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സ്. പടവെട്ടിലും വളരെ സീരിയസ് ടോണിലുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ ഇതിനു വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തോ ഒരു വ്യത്യസ്തമാണ് പ്രതിച്ഛായ എന്നുള്ളത് ഒരു കാര്യമുണ്ട്. അതിനുവേണ്ടി ഒരു പേഴ്സണൽ എഫേർട്ട് എങ്ങനെ അതിലേക്ക് കൊണ്ടുവരാനുള്ളത്? ആ 2 സിനിമയിൽ അങ്ങനൊരു കമ്പാരിസൺ ഇല്ല. സഖാവ് ഒരു വേറെ കഥ പറയുന്നൊരു സിനിമയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പടമാണ്.
അതിൻ്റെ ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും അതിൻ്റെ കഥയാണെങ്കിലും അതിൻ്റെ സിറ്റുവേഷൻസ് ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. പടവട്ട് ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. എനിക്ക് വർക്ക് ചെയ്യാൻ ഇനിയും താല്പര്യമുള്ള ഡയറക്ടേഴ്സിൽ ഒരാളാണ് ലിഞ്ചു. അതേപോലെ ഒരു പടമല്ല അത്, ഇതൊരു ഡിഫറെൻറ്റ് ഫിലിമാണ്. എൻജോയ് ചെയ്തു, അത് എന്തായാലും എല്ലാ സിനിമയും എൻജോയ് തന്നെയാണ് ചെയ്യാറ്. അതിതൊന്നും എൻജോയ് ചെയ്തൊരു സിനിമയാണ്. എന്തായാലും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതല്ലേ. നിവിൻ ചേട്ടാ, കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ചേട്ടൻ ഒപ്പീനിയൻ ഇല്ല എന്നുള്ള രീതിയിലൊരു അഭിപ്രായം പറയുന്നത് കേട്ടു. കാരണം ഒരു പ്രത്യേക ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ അത്തരത്തിലൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അജിത് ചേട്ടൻ കുറച്ചും കൂടി ആ ഒരു സാഹചര്യത്തെ കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞു. അതായത് പൊളിറ്റിക്കൽ പാർട്ടികളോട് താല്പര്യമില്ല എന്നാണ് നിവിൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഉള്ള യുവ നടന്മാരിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് നിവിൻ ചേട്ടനാണ്. ഇപ്പൊ സഖാവായാലും പടവട്ടായാലും ഇപ്പൊ പ്രതിച്ഛായാലും. അപ്പോൾ പൊളിറ്റിക്കലായിട്ടൊരു അവയർനെസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ നമ്മുടെ സംവിധായകരുടെയോ എഴുത്തുകാരുടെയോ കൈകളിലെ കളിപ്പാവുകൾ പോലെ ആവില്ലേ? അവർക്ക് പല കാര്യങ്ങളും നമ്മളിലൂടെ പറയാൻ പറ്റില്ലേ? അപ്പോൾ ഒരു അവയർനെസ് മസ്റ്റ് അല്ലേ? എനിക്ക് തോന്നുന്നു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മറികടക്കാൻ തോന്നും. അങ്ങനെ ഒരു കളിപ്പാവയാവാൻ പറ്റില്ലല്ലോ. നമ്മൾ വാർത്തകളും കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ബേസിക്കലി എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ സിനിമ, അതിലാണ് എൻ്റെ ഫുൾ ഫോക്കസ് ഉള്ളത്. ഒരു പാർട്ടിയോട് താല്പര്യക്കുറവോ അങ്ങനെയൊന്നുമില്ല. പല പാർട്ടിയിൽ പല കൂട്ടുകാരും പലരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് പൊസിഷനിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം ഞാൻ റെസ്പെക്റ്റോടെ കാണുന്നു. പക്ഷെ ഞാൻ അതിലങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. ഞാൻ സിനിമ അല്ലെങ്കിൽ ചെയ്തു പോവുക, ഫാമിലി, അങ്ങനത്തെ ഒരു ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നടക്കുന്നതൊന്നും അറിയില്ല എന്നുള്ളതല്ല. നമുക്ക് എല്ലാവർക്കും ഒരു ദൈവാനുഗ്രഹിച്ചൊരു കോമൺ സെൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇതൊരു ഭയങ്കര പോയിന്റ് ഔട്ട് ചെയ്യുന്ന സിനിമയാണോ അല്ലയെന്ന് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. ഉണ്ണികൃഷ്ണൻ സാർ, ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് നമ്മൾ ഈ ക്രൈസിസിനോട് ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണുന്ന എപ്പോഴെങ്കിലും പ്രതികരിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു സിനിമ ഒരു നടൻ പറയുമ്പോൾ അതിനൊരു കഥാപാത്രം പറയുമ്പോൾ പ്രേക്ഷകന് കിട്ടുന്നൊരു ഫീലുണ്ട്. പ്രതിച്ഛായയിൽ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ, കേരളത്തെ പൊളിറ്റിക്കൽ സിനാരിയോ പ്രസന്റബിൾ ചെയ്യുന്നത് ട്രൂ ഇൻസിഡൻസ് ബേസ് ചെയ്ത ഒരു കഥ തന്നെയായിരിക്കും പ്രതിച്ഛായ. എനിക്കറിയില്ല, നിങ്ങൾ കണ്ടു അത്ര മൊമെന്റ് ഉണ്ടോ, അങ്ങനത്തെ കഥയാണോ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് പറയും. ഞാൻ പറയുന്നത് ശരിയല്ല. കൂടി ഇതിനെ സമീപിക്കണ്ട. അപ്പൊ ആ സമയത്ത് അദ്ദേഹം പ്രതിച്ഛായ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ആ ഒരു സംഭവം സിനിമയിലേക്ക് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഞാനത് പറഞ്ഞിരുന്നു. എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്, അവർക്കൊരു കുടുംബം ഉണ്ട്. അപ്പൊ അവര് പബ്ലിക് ലെവലിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് അവരുടെ ഫാമിലി കൂടി ഫേസ് ചെയ്യണം. നമ്മൾ അങ്ങനെ ഒരു പിന്നെ എന്തെങ്കിലും ഒരു ആരോപണ വിധേയനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ പങ്കാളിയെ നമ്മൾ കാണണം, നമ്മുടെ മക്കളെ കാണണം, കൊച്ചുമക്കളെ കാണണം, സുഹൃത്തുക്കളെ കാണണം. അതൊരു വേറൊരു മൊമെന്റും വേറൊരു കോൺഫ്ലിക്റ്റും അല്ലേ? അത് നമ്മളാരും അറിയുന്നില്ലല്ലോ. അത്തരം ഒരു സ്പേസിലേക്കാണ് ഈ സിനിമ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വീടിന്റെ അകത്തളത്തിലേക്കാണ് ഈ സിനിമ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ക്ഷണം സ്വീകരിച്ച് എത്തിയതിന് നന്ദി. വിളിച്ചായ കാണുക. ഈ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യട്ടെ.